പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ്, ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവെ നിന്റെ ചിറകിന്റെ കീഴിൽ സ്വരുക്കൂട്ടരെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറുവാണെന്ന് വലതുകരം നിന്റെ ശിരസിൽ വെക്കണ പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ തിരുസിലിവായെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസിലിവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശ് എടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ, നീ തന്നെ കർത്താവെ
അവരുടെ യോഗ്യതയാക്കല്ല, ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ, അതായത് ദൈവവിളി രണ്ടു തരമുണ്ട്. ഒന്ന് ഏൽപ്പിച്ചത്, ഈശോനെ ദൈവപിതാവ് ഏൽപ്പിച്ചതാണ്. അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ്. അത് ആകർഷിക്കപ്പെടും. ഇപ്പം നമ്മൾ പലരും വരുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് ആകർഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യും. അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:44, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ സാക്ഷി ഉടമ്പടി എടുത്തിരിക്കണ ചില ആൾക്കാർ ചില സാക്ഷ്യം കേട്ടിട്ടല്ലേ, സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും, ചില പത്രത്തിൽ സാക്ഷ്യം കണ്ട് ആകർഷിക്കും. ആദ്യം ഇങ്ങനെ ആകർഷിക്കുക, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത്. ഇപ്പം മറിയം എങ്ങനെ, മറിയം പക്ഷേ അമ്മയുടെ ദൈവവിളിയിൽ എല്ലാം ഏൽപ്പിച്ചതാ അവസാനം വരെ. അതായത് ഇപ്പം ഈശോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ 17:4 എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ്. കന്യാകുമാരി എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ്. എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ്. അപ്പം ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിക്ക് മുമ്പ്, നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആകർഷണമുണ്ട്. അത് ദൈവപിതാവിൻ്റെ ആകർഷണമാണ്. എന്താണത് പറയണത്? ഈ ആത്മാവിനെ ഞാൻ അസൂയയോടെ അഭിലഷിച്ചു. യാക്കോബ് 4:5, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നുവെന്ന് തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പം മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത്. ആദ്യം ആകർഷണം വന്നത്. അപ്പം മറിയം അതിനോട് സഹകരിക്കുന്നുണ്ട്. എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും മറിയത്തിൻ്റെ സഹകരണം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വസ്ത്രഗീതമില്ലേ, അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞ സ്വസ്ത്രഗീതങ്ങളാണ് ഇല്ലേ. 1 സാമുവേൽ 2:1, ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പൊ ഇതാണ് മറിയം സ്വസഗീതത്തിൽ പറയണത്. എടുത്തേ ലുക്ക 1:46, മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് രണ്ട് സെയിം അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു. ആ കുഞ്ഞ് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്വസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്നു.
സ്വസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ ഹന്നായുടെ സ്വസ്ത്രഗീതവുമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ആ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോൾ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും അമ്മയ്ക്കറിയാം. കാര്യം എന്താണ്, ഒരാവശ്യം വന്നപ്പോൾ സാമുവിൻ്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയത്തിൻ്റെ സ്വസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അപേക്ഷിച്ചിട്ട് മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ അഭിനിച്ച് തോന്നണം. അങ്ങനെ തോന്നിയാൽ ദൈവത്തിന് അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അപേക്ഷിച്ച പോലെ നമ്മളെ ആകർഷിക്കും ദൈവം. അപ്പോൾ ദൈവവിളിയിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം, രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി. അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം, ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം. അത് രണ്ടിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി. ആകർഷിപ്പിലാണോ ഉള്ളത്, അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത്? സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.